നമസ്കാരം. കേരളാവിഷന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സിനിമാ വിശേഷങ്ങളും പങ്കുവെച്ച് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അന്ത്രു ദ മാൻ എന്ന സിനിമയിലെ താരവും അതിൻ്റെ പിന്നണി പ്രവർത്തകരുമാണ് അശോകൻ ചേട്ടൻ. നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ഒരുപാട് സിനിമകളിലൂടെ ചിരിപ്പിച്ച, എന്നാൽ ഈ സിനിമയിലൂടെ കുറച്ച് ചിന്തിപ്പിക്കാൻ പോകുന്ന അശോകൻ ചേട്ടൻ ഇന്ന് നമ്മുടെ പ്രധാന അതിഥിയായി എത്തുന്നു. അതേപോലെ സിനിമയുടെ സംവിധായകനുണ്ട്, അതുപോലെ ഇതിൻ്റെ പിന്നണി പ്രവർത്തനത്തിലുണ്ടായ നമ്മുടെ മറ്റൊരു സുഹൃത്തു കൂടിയുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ പരിചയപ്പെടാം. ആദ്യം സിനിമാ വിശേഷങ്ങളിൽ നമുക്ക് ആരംഭിക്കാം. എന്താണ് ശരിക്കും അന്ത്രു ദ മാൻ? നഗര ജീവിതം, മുഖ്യധാര സമൂഹം അവഗണിക്കുന്ന, പുറമ്പോക്കിൽ ജീവിക്കുന്ന, ചേരി പ്രദേശത്ത് ജീവിക്കുന്ന ഒരു പറ്റം മനുഷ്യരുടെ കഥയാണ് പറയുന്നത്. അവിടെ ജീവിക്കുന്ന ഒരു അനാഥനായ മനുഷ്യനാണ് അന്ത്രുമാൻ. എല്ലാ നാടുകളിലുള്ള പോലെ ആളുകൾക്ക് ഉപകാരപ്രദമായ ചെറിയ ചെറിയ ജോലികൾ, മറ്റാരും ചെയ്യാൻ മടിക്കുന്ന ചില ജോലികൾ ചെയ്ത് കിട്ടിയ പ്രതിഫലം, അതിന് പ്രത്യേകിച്ചില്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. എല്ലാവർക്കും സഹായം ചെയ്യുന്ന, വളരെ നന്മയുള്ള, നിഷ്കളങ്കനായ, വിദ്യാഭ്യാസമോ ഒന്നുമില്ലാത്ത ഒരു സാധാരണ മനുഷ്യനാണ് അദ്ദേഹം. ഇങ്ങനെ ആളുകൾക്ക് സഹായം ചെയ്തും മറ്റും ജീവിച്ചു പോകുന്നതിനിടെ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ ചില പ്രവർത്തനങ്ങൾ സമൂഹത്തിലുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളാണ് ഈ സിനിമ സംസാരിക്കുന്നത്. അതിലൂടെ ഒരു നാട് മൊത്തം മാറിപ്പോവുകയാണ്. ഒരു നാടിന് മൊത്തം എന്ന മാറ്റമാണ് ഈ സിനിമ പറയാൻ ശ്രമിക്കുന്നത്. അന്ത്രു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഈ ഒരു നാട്ടിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കുമോ കഥ? ലൈക്ക് കഥയുടെ ഇതല്ല ഞാൻ പറഞ്ഞത്, മാറ്റങ്ങൾ വരും. മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരാളെന്നല്ല, അന്ത്രുവിലൂടെ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ ഒരു ഇന്നസെൻ്റായ ഒരു പ്രവൃത്തി അവിടെ നടത്തുന്ന ചില ഒരു കമ്മ്യൂണലായ ചില പ്രശ്നങ്ങളിലേക്കൊക്കെ കടന്നു പോകുന്നത് രസകരമായ ഒരു സ്റ്റോറിയാണ്. അദ്ദേഹം പല കാര്യങ്ങൾ, അതായത് പിന്നെ നമ്മൾ കുടം വീണ് പോയാൽ, അല്ലെങ്കിൽ വല്ല ഒരു പാമ്പോ പൂച്ചയോ മറ്റോ പെട്ടുപോയാൽ രക്ഷപ്പെടുത്തുന്ന, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വിളിക്കുന്ന വെളിപ്പുറത്തുള്ള ആളുകളുണ്ടാവും എല്ലാ നാട്ടുപുറത്തും. അങ്ങനെ മനുഷ്യന് സഹായത്തിന് വേണ്ടി വിളിക്കുന്ന ഒരാളാണ് അന്ത്രുമാൻ. ഈ അന്ത്രുമാൻ എല്ലാവർക്കും ഉപകാരിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളാണ്. അദ്ദേഹം ഒരു ഇടപെടൽ ചില കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ നാട്ടിലെ മൊത്തം ജനങ്ങൾ ഒരു കേന്ദ്ര സ്ഥാനത്തേക്ക് വരികയും അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാവുകയും അത് പരിഹരിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നതാണ്. അത് നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ സാധിക്കുന്ന ഒരാളായിരിക്കും ശരിക്കും. ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്കൊരാളെ ഈ അന്ത്രുമാനെ നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റും. മിക്ക പ്രദേശങ്ങളിലും, ഞങ്ങളുടെയൊക്കെ നാട്ടിലും, ഓരോ നാട്ടിലും നമ്മൾ അങ്ങനെ കാണുന്നുണ്ട്. എല്ലാ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. മനുഷ്യർക്ക് മറ്റൊരാൾ ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യം അപ്പോൾ പെട്ടെന്ന് വിളിക്കും. അത് ആരാ ചെയ്യുക? അന്ത്രുമാൻ. അപ്പോൾ അന്ത്രുമാൻ വിളിക്കും. അതെല്ലാ സ്ഥലത്തും അങ്ങനെയുള്ള ആളുകളുണ്ട്. അത് പല പേരുകളിലുള്ള പല മനുഷ്യരുണ്ട്. അതിലൊരാളാണ് അന്ത്രുമാൻ. ആ അന്ത്രുമാനെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ ഈ പറഞ്ഞ ഒഫീഷ്യൽ നെയിം ഇല്ലാത്ത ഒരാളാണ്. അബ്ദുറഹിമാൻ എന്നൊരു പേരൊന്നും വിളിക്കപ്പെടുകയോ ഒന്നും ചെയ്യാത്ത ഒരു ഏറെക്കുറെ അനാഥനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് എഴുതാനും വായിക്കാനും പോലും അറിയുന്നില്ല എന്ന സിനിമയിനകത്ത് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് സ്കൂൾ ചേർത്തിട്ടില്ല, അദ്ദേഹത്തിന് വോട്ടേഴ്സ് ID ഉണ്ടാവാനിടയില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. പുറമ്പോക്കിൽ ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യരാണ്. അതിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു സ്ത്രീ, ഖദീജ എന്ന് പറയുന്ന പേരുള്ള മറ്റൊരു സ്ത്രീയാണ് എടുത്ത് ഈ ക്യാരക്ടറിനെ അന്ത്രുമാനെ വളർത്തുന്നത്. അവർ തമ്മിലുള്ള ബന്ധമൊക്കെ വളരെ രസകരമായി പറയാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അമ്മയും മകനും, അവർ നേരെ അമ്മയും മകനല്ല, അവർ തമ്മിൽ സ്നേഹമുണ്ട്, അതിലേറെ കലഹമുണ്ട്. അങ്ങനെ അതിനകത്തൂടെ പറഞ്ഞ് വികസിക്കുന്ന ഒരു കഥയാണ്. എങ്ങനെയാണ് ഈ ഒരു കഥാപാത്രം അശോകൻ ചേട്ടനിലേക്ക് എത്തുന്നത്? നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അശോകൻ ചേട്ടനെ നമ്മുടെ സ്ക്രീൻ പ്രസൻസിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് നമ്മളെ ചിരിപ്പിച്ചൊരു അശോകൻ ചേട്ടനെയാണ്. ചിന്തിപ്പിച്ച ഒരുപാട് ചിത്രങ്ങളുണ്ട്, കണ്ണ് നനയിപ്പിച്ച സിനിമകളുണ്ട്. എന്നാൽ കൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് ഒരു ചിരിപ്പിക്കുന്ന അശോകൻ ചേട്ടനെയാണ്. ഇത്തരത്തിലൊരു കഥാപാത്രം എങ്ങനെ ഇദ്ദേഹത്തെ ഓപ്റ്റ് ചെയ്യാനുണ്ടായ കാരണം? സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന തരം ആളുകൾ വേണ്ട എന്ന് നമ്മൾ ആദ്യം തീരുമാനിച്ച കാര്യം അതാണ്. അശോകൻ ചേട്ടൻ വേണമെന്ന് പിന്നീട് നമ്മൾ ആലോചിക്കുകയാണ്. ഈ ക്യാരക്ടർ ആര് ചെയ്യാൻ പറ്റും? ആളുകൾ പ്രതീക്ഷിക്കും. തീർച്ചയായിട്ടും അശോകൻ ചേട്ടൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ തീർച്ചയായും അശോകേട്ടന് ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഒരു നടനാണ്. അശോകേട്ടനിൽ നിന്നും പ്രേക്ഷകർ ഇതുവരെ കാണാത്ത മറ്റൊരു കഥാപാത്രത്തെ കിട്ടും. വൈവിധ്യമുള്ള ഒരു കഥാപാത്രത്തെ കിട്ടും. അത് നമുക്ക് തോന്നും. അപ്പോൾ അശോകേട്ടൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോഴും അദ്ദേഹം കറക്റ്റ്, ഇത് കൊള്ളാം, ഈ കഥാപാത്രം ചെയ്യണമെന്നൊരാഗ്രഹം നമുക്ക് ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് സമീപിച്ചപ്പോൾ കിട്ടി. മറ്റൊരാളെ സമീപിച്ചാൽ ഇനിയിപ്പം ചെയ്തതിന് ശേഷം ഈ സിനിമ ഞങ്ങൾ ചില അടുത്ത സുഹൃത്തുക്കളെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞതും അത് തന്നെയാണ്. ഇത് മറ്റൊരാൾ ചെയ്തിരുന്നെങ്കിൽ ശരിയാവുമായിരുന്നില്ല. ഇപ്പം നമുക്ക് മറ്റൊരാളെ സങ്കല്പിക്കാൻ പറ്റില്ല. നമ്മൾ വന്നത് പല ചർച്ചകൾ നടത്തിയാണ് നമ്മൾ അശോകേട്ടനിലേക്ക് എത്തിയതെങ്കിലും ഇപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ വേറൊരു നടൻ ചെയ്താൽ അത് അങ്ങനെ പറ്റില്ല എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അശോകേട്ട, ഇപ്പോൾ സിനിമയെക്കുറിച്ചും അന്ത്രുമാനെക്കുറിച്ചും എന്താണ് നമ്മുടെ ഡയറക്ടർ പറഞ്ഞു. ഈ അന്തർമാനിലൂടെ ഉണ്ടായിരുന്ന ഒരു യാത്ര
ഈ ഒരു ക്യാരക്ടർ ഫോർമേഷൻ എങ്ങനെയുണ്ടായിരുന്നു? എന്താണ് ശരിക്കും അന്തർമാൻ അശോകട്ടിൽ നിന്നും അന്തർമാനിലേക്ക് മാറുമ്പോൾ അന്തർമാന്റെ ഒരു ക്യാരക്ടറാണ്? ഈ സബ്ജക്റ്റ് ശിവനും പിന്നെ സത്യനേശനും കൂടി എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഈ ക്യാരക്ടർ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെ ഇഷ്ടമായി. കാരണം ഇത് ഞാൻ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. മറ്റൊന്ന് ഇതല്ലെങ്കിലും ഇതുപോലെ തന്നെ വേറൊരു വെർഷനിൽ ചെയ്തേക്കുന്ന ഒരു ക്യാരക്ടറാണ് 16 വയതില്ലേ എന്ന് പറയുന്ന ചിത്രത്തിൽ കമലഹാസൻ ചെയ്തേക്കാണ് ഒരു ക്യാരക്ടർ. കമലഹാസൻ ചെയ്ത ക്യാരക്ടർ ബോഡി ലാംഗ്വേജ് ഭയങ്കര വ്യത്യാസമുണ്ട്. കാരണം ഭയങ്കര ജിമ്മിലൊക്കെ പോയിട്ടുള്ള ബോഡിയും കാര്യങ്ങളും. അപ്പോൾ ഞാൻ തോന്നി എനിക്ക് ആ പടങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നു. അത് പിന്നെ കിട്ടുന്നത് ഈ നൂറ്റാണ്ടിലാണ് ഇപ്പോഴാണ് ഒരു ക്യാരക്ടർ. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഈ കഥ പറഞ്ഞപ്പോൾ ആദ്യം പരസ്യം കയറി വന്ന കമലഹാസന്റെ 16 വയതിലായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഒരു ഡിസ്കഷൻ ഞങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്യാരക്ടർ നാട്ടിൽ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളല്ല, അയാളെ കൊണ്ട് പ്രാപ്തിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അതൊരു സഹായമായിട്ടാണ് അയാൾ ചെയ്യുന്നത്. അപ്പോൾ അവരെന്തെങ്കിലും ചായ കുടിക്കാൻ 2 രൂപ എന്തെങ്കിലും കൊടുക്കും, അതയാൾ വാങ്ങും. എന്നാൽ അതിനു വേണ്ടിയല്ല അയാൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടറെ ഇങ്ങനെ നാട്ടിൽ എവിടെയും കാണാൻ പറ്റും. അത് നമ്മുടെ എല്ലാ നാട്ടിലും ഉണ്ട്. അപ്പൊ എല്ലാ നാടുകളിലും കാണുന്ന ഒരു ക്യാരക്ടറിന് ജനങ്ങളുടെ മനസ്സിലിരിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. നമ്മൾ അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്ന സിനിമയും കൂടിയാണ്, അവരെ നോട്ടിഫൈ ചെയ്യുന്ന ഒരു സിനിമയും കൂടിയാണ്. അപ്പൊ ആ ക്യാരക്ടറിന്റെ ജീവിതം അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിലെ യാത്ര പല സ്ഥലങ്ങളിലൂടെയാണ്. അത് കൊണ്ടുപോയി എത്തിക്കുന്നത് പറയാൻ പറ്റില്ല, അത് ക്ലൈമാക്സ് ആണ്. മനസ്സിലായി. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിഫറെൻ്റ് ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. അതിൽ നിന്നും വീണ്ടും ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. അത് അതിനേക്കാൾ വലിയൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഡയറക്ടറും റൈറ്ററുമായ അദ്ദേഹം ഇത് പറയാൻ ഉദ്ദേശിച്ചത്. ഈ ക്യാരക്ടറിന്റെ ജീവിതം ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചതും ഇതിനു വേണ്ടിയായിരുന്നു എന്ന് സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെയും ചരിത്രപരമായിട്ട് പലതും ഉണ്ടല്ലോ എന്ന് തോന്നപ്പെടുന്നത് ആ ക്ലൈമാക്സ് കഴിയുമ്പോഴാണ്. അത് പറയുന്നില്ല വ്യക്തമായിട്ട്, പക്ഷെ അത് ഭയങ്കര അറിവുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇതിങ്ങനെയും കുറെ സംഭവങ്ങളിലേക്കാണല്ലോ ചെന്ന് എത്തപ്പെടുന്നത്. ഈ ക്യാരക്ടർ ശരിക്കും ആരെങ്കിലും ഇൻസ്പയർഡ് ആയിരുന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇവന്റുമായിട്ട് ഇൻസ്പിറേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെ പ്രത്യക്ഷത്തിലില്ല, പക്ഷെ ഇതുപോലെ പല ആളുകളുണ്ട്. അപ്പൊ എനിക്ക് ഈ രൂപവും ഒക്കെയുള്ള ഒരു മനുഷ്യനെ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു മനുഷ്യനെ പറ്റി സിനിമ ഉണ്ടാക്കണം. പക്ഷെ ബാക്കി കുറെ കൂടെ നമ്മൾ ഫിക്ഷനാണ്. ആ ഒരു മാതൃകയുള്ള മനുഷ്യർ പലരുണ്ട്, പല നാട്ടിലുണ്ട്. ഏതോ നിങ്ങളുടെ നാട്ടിലോ നമ്മുടെ നാട്ടിലോ ഒക്കെ ഉണ്ടാവും അങ്ങനെ ഒരു മനുഷ്യരുണ്ട്. പക്ഷെ ഇതിന്റെ എൻഡിൽ എത്തിച്ചേരുന്നത് നമ്മൾ പറയാനുള്ള ഒരു പ്രമേയമുണ്ട്. സിനിമയിലൂടെ നമുക്ക് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു ആശയമുണ്ട്. അത് നമ്മൾ ഉണ്ടാക്കിയ ഒരു ക്രിയേറ്റ് ചെയ്തൊരു സംഭവമാണ്. അത് നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട വളരെ സൂക്ഷ്മമായ മറ്റൊരിതാണ്. അത് പ്രത്യക്ഷത്തിൽ അങ്ങനെ ഭയങ്കര രാഷ്ട്രീയമോ ഒന്നും പറയുന്ന ഒരു സിനിമയല്ല ഇത്. പക്ഷെ ഇതിനകത്ത് മനുഷ്യരുടെ ജീവിതം, മനുഷ്യരുടെ ഇടപെടലുകൾ, സമൂഹത്തിൻ്റെ മാറ്റം, ഇതൊക്കെ വളരെ മൈന്യൂട്ടായി സംസാരിക്കുന്ന, ജീവിതത്തിൽ കൊണ്ട് സംസാരിക്കുന്ന ഒരു കഥയാണ്. ഇന്നർ പൊളിറ്റിക്സ്. അതായത് അശോകൻ ചേട്ടൻ നേരത്തെ പറഞ്ഞു നിർത്തിയ ഒരു കാര്യം, അതായത് നല്ലതിനു വേണ്ടി ചെയ്ത ഒരു നന്മയുള്ള ഒരു കാര്യം ചെയ്തത് ആളുകൾ വ്യാഖ്യാനിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. അതാണ് അതിന്റെ ഇന്നർ പൊളിറ്റിക്സ്. ഈ സിനിമാ വീടാണ് ഈ ഒരു ചിത്രം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ കമ്പനി, അതിന്റെ ഒരു ഭാഗമായിട്ടാണ് സത്യനേശനുള്ളത്. എന്താണ് ശരിക്കും സിനിമാ വീട്? സിനിമാ വീട് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കോവിഡ് കാലത്ത് ഒരു പുറത്തിറങ്ങാൻ കഴിയാത്ത, നമുക്ക് പരസ്പരം സംസാരിക്കാൻ കഴിയാത്ത കാലത്ത് നമ്മളെല്ലാവരും സിനിമ ആഗ്രഹിച്ച് നടക്കുന്നവരാണ്. അപ്പോൾ പരസ്പരം കാണാൻ പറ്റുന്നില്ല, സിനിമ സംസാരിക്കാൻ പറ്റുന്നില്ല. ആ സമയത്താണ് നമ്മൾ പയ്യന്നൂർ പ്രദേശത്ത് ഒരു വീട് വാടകയ്ക്ക് എടുക്കുകയും നമ്മുടെ തുടങ്ങാൻ പോകുന്ന പ്രോജക്റ്റുകളെ കുറിച്ച് ചർച്ച ചെയ്യുകയും അവിടുന്ന് എഴുത്ത് ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ പൂർത്തിയാക്കിയ 2-3 സ്ക്രിപ്റ്റ് റെഡി ആയിട്ടുണ്ട്, പ്രൊജക്റ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഒന്നാണ് അന്ത്രുതമേൻ. അങ്ങനെ നമ്മൾ ഈ അന്ത്രുതമേൻ സ്ക്രിപ്റ്റ് പൂർത്തിയായി അശോകേട്ടനോട് കഥ പറഞ്ഞു. അശോകേട്ടൻ പ്രൊജക്റ്റിലേക്ക് വന്നു. അതിനുശേഷം ആ സമയത്തൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രൊഡ്യൂസർ നമ്മളോട് പ്രൊഡക്ഷൻ ഏറ്റെടുക്കാമെന്നും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യും. നമ്മൾ എല്ലാം നല്ല രീതിയിൽ ഹൈ എൻഡിൽ ക്യാമറയായാലും ഗ്രാഫിക്സ്, ബാക്കി സൗണ്ട്, സിങ് സൗണ്ടാണ്, എല്ലാ ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നമ്മൾ എല്ലാം പരിഗണിക്കുകയും ഷൂട്ടിംഗ് ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു 2ാമത്തെ ദിവസം നമ്മളെ വിട്ട് പ്രൊഡ്യൂസർ കാശ് വാങ്ങാൻ പോയാണ് ഇതുവരെ വരാത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അതായത് കാശ് മേടിക്കാൻ പോയാൽ, അതായത് കാശ് കൊണ്ടുവരാൻ വേണ്ടി പോയാൽ തിരിച്ചു വന്നില്ല. അങ്ങനെയാണ് സിനിമാ വീട് പ്രൊഡക്ഷൻ ഏറ്റെടുത്തത്. സിനിമാ വീട്
പിന്നെ ശിവേട്ടന്റെ സൗഹൃദം എന്ന് പറഞ്ഞ ഓൾ കേരളയാണ്. ഉം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് കേരളത്തിലെ മുഴുവൻ ആൾക്കാരും, നമുക്കറിയുന്ന ആൾക്കാരും നമുക്ക് കാശെത്തിച്ച് തരികയും ഒരു ദിവസം പോലും ഷൂട്ടിംഗ് മുടങ്ങാതെ ഇത് സിനിമ ചിത്രീകരണം പൂർത്തിയാവുകയും പിന്നെ ചിത്രാഞ്ജലി പാക്കേജിലായിരുന്നു. അതിനുശേഷം അറിയാലോ, ഒരു സിനിമ പൂർത്തിയായതിനു ശേഷം അത് സിംഗ് സൗണ്ട് ആണ്, അതിന് നല്ല കാശ് വരും, DI അതിനൊക്കെ നല്ല കാശ് വരും, എല്ലാം നല്ല രീതിയിൽ പൂർത്തിയാവുകയും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞാൽ നമ്മൾ പിന്നെ റിലീസിന് ഈ ഘട്ടത്തിലേക്ക് എത്തണമല്ലോ. ആ സമയത്ത് നമ്മൾ വേറൊരു വഴിയില്ലാത്ത സാഹചര്യത്തിൽ ആമസോൺ പ്രൈം ഡയറക്റ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുകയും US UK ഇത് റിലീസ് ചെയ്യുകയായിരുന്നു. ആ റിലീസ് ചെയ്ത സമയത്ത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത റിവ്യൂസ് വരാൻ തുടങ്ങി. ആ സമയത്ത് തന്നെ നമ്മളെ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിൽ ഇതിന്റെ പൈറസിയും ചെറിയ രീതിയിൽ പുറത്തേക്ക് ഇറങ്ങി ആൾക്കാർ കണ്ടു കേട്ടോ. ആൾക്കാർ കണ്ട് നമ്മളെ വിളിച്ച് ഇതിന്റെ ഭയങ്കര സിനിമയാണ്, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനമാണ് എന്നൊക്കെ നമ്മളോട് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പയ്യന്നൂർ ശാന്തി തിയേറ്ററിൽ 2 ദിവസം നമ്മൾ ഷോ പ്രിവ്യൂ പോലെ പ്രിവ്യൂ നടത്തി. അതില് ഹൗസ്ഫുൾ ഷോസ് ആയിരുന്നു. നിലത്തൊക്കെ ഇരുന്നിട്ട് ആള് കണ്ടത്. എല്ലാവരും നല്ല രീതിയിൽ അത് ഫേസ്ബുക്കിൽ കുറിച്ചു. അതിൽ നിന്ന് കിട്ടിയ ഊർജമാണ് ഓൾ കേരള റിലീസിലേക്ക് നമ്മൾ നീങ്ങാൻ, തിയേറ്ററിലേക്ക് എത്തിക്കുക. ഇത് തിയേറ്ററിൽ എത്തേണ്ടതാണ്, തിയേറ്ററിൽ കാണേണ്ടതാണെന്ന് പ്രേക്ഷകർ ആവശ്യപ്പെട്ട പ്രകാരമാണ്. അതായത് അന്തർമാൻ സിനിമയിലെ അന്തർമാന്റെ അവസ്ഥയായിരുന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിച്ചത്. പ്രതിസന്ധികൾ ഓരോ സിനിമ അടുത്തത് വരുന്നു എന്നുള്ള ഒരു സിനിമ സംഭവിക്കുമ്പോൾ അതിന്റെ എഴുത്തുകാരൻ സംവിധായകൻ എന്ന നിലയിൽ പരീക്ഷിക്കപ്പെടുക അയാളുടെ ക്രിയേറ്റിവിറ്റിയാണ്, അയാളുടെ സർഗാത്മകതയാണ് സാധാരണ ഗതിയിൽ പരീക്ഷിക്കപ്പെടുക. ഇതില് സത്യത്തിൽ എന്നിലെ ഒരു സംഘാടകൻ അല്ലെങ്കിൽ എന്നിലെ സുഹൃത്തിന്റെ ആണ് കൂടുതൽ ജോലി ഉണ്ടായിരുന്നത്. കാരണം കേരളം മുഴുവനുള്ള അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന മുഴുവൻ സുഹൃത്തുക്കളെയും ഓരോ ദിവസവും ഷൂട്ട് ചെയ്യാനുള്ള ഫണ്ടില്ല. നമ്മൾ എവിടെ നീ എനിക്ക് ഒരു കുറച്ച് പൈസ, പല സുഹൃത്തുക്കളും അവരുടെ ഭാര്യയുടെ ആഭരണം പണയം വയ്ക്കുന്നു, പണം കൊടുത്തിരുന്നു. അത് പലതും ഇപ്പോഴും വീട്ടിയിട്ടില്ല, നമുക്കറിയാലോ. അപ്പോൾ ഇതിങ്ങനെ, പക്ഷെ ആരും നമ്മളെ സംബന്ധിച്ച് അതാണ് ജീവിതത്തിൽ നമ്മൾ സൗഹൃദങ്ങളാണ് ഉണ്ടാക്കിയ ഏറ്റവും വലിയ സമ്പാദ്യം. അതിന്റെ മേലെയാണ് ഇപ്പോഴും നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അവരാരും ഇതുവരെ കാശൊന്നും തിരിച്ച് ചോദിച്ചിട്ടില്ല. അപ്പോ തൽക്കാലത്തേക്ക് ചോദിക്കരുത്. സിനിമ നന്നായിട്ടുണ്ട്, സിനിമ നന്നായി എന്നുള്ളത് ആളുകൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. അതിനു മുമ്പേ നമ്മൾ ഒരുങ്ങുമ്പോൾ തന്നെ ആളുകൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. എനിക്ക് അതിനും ഭയം ഉണ്ടായിരുന്നു. ഈ പ്രതീക്ഷയ്ക്കത്ത് എൻ്റെ സിനിമയ്ക്ക് വളരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഒത്തിരിയേറെ ലിമിറ്റേഷൻ നമുക്കുണ്ട്. ഇത് ഷൂട്ട് ചെയ്തിട്ട് എങ്ങനെയാണ്, ആ ലിമിറ്റേഷനൊക്കെ ഇതിപ്പോഴും ഉണ്ടാവും. ഈ സിനിമയ്ക്ക് ഇപ്പോഴും ലിമിറ്റേഷനൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും അതിനകത്തൊരു നന്മയും ഒരു സത്യസന്ധതയും അതിനകത്ത് ഉണ്ട്, ബാക്കിയുണ്ട്. അതാണ് ആ സിനിമയുടെ വിജയം. അത് ഒരു വ്യത്യസ്തതയുണ്ട്, യുണീക്കായ ഒരു സിനിമയായി നമ്മൾ വിചാരിക്കുന്നു, നമ്മൾ അവതരിപ്പിക്കുന്നതാണ്. സാധാരണ സിനിമകൾ സംഭവിക്കുക, സിനിമകൾ വരുന്നു, നേരെ തിയേറ്ററുകളിലേക്ക് റിലീസ് അല്ലെങ്കിൽ പ്രിവ്യൂ സംഭവിക്കുന്നതാണ്. തിയേറ്ററിൽ റിലീസ്, അത് കഴിഞ്ഞിട്ടാണ് OTT. ഇത് വളരെ വിപരീതമായി തിയേറ്ററിലേക്ക്. അതന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ്. പൈറസി ഭയങ്കരമായിട്ട് ബാധിച്ചിരുന്നു. അതെ, ബാധിച്ചിരുന്നു. ഇതൊക്കെ നമ്മൾ കുറെയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഈ പൈറസി കോപ്പി കൊച്ചിയിൽ നിന്ന് കണ്ട മനുഷ്യർ, ചെറുപ്പക്കാരൻ 28 വയസ്സുള്ള, അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആവേശം ഉണ്ടാക്കിയ കാര്യം. ഇങ്ങനെ പയ്യന്നൂർ സിനിമ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുകയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ടിക്കറ്റ് വേണം, ഞാൻ കുറച്ച് ഒരു പാസ് നമ്മൾ ഏർപ്പെടുത്തിയിരുന്നു, എനിക്കൊരു പാസ് തരുമോ? ഞാൻ എന്താ, കൊച്ചിയിൽ നിന്നാണ്. അതെന്താ കൊച്ചിയിൽ നിന്ന് ഈ സിനിമ കാണാൻ കാരണം? അല്ല, ഞാൻ കണ്ടിരുന്നു ഇത്, പക്ഷെ ഇത് തിയേറ്ററിൽ കാണണം. ആ ചെറുപ്പക്കാരൻ ഈ ഷോൻ്റെ തലേന്ന് പയ്യന്നൂരിൽ വന്നിട്ട് 2000 രൂപയുടെ ഹോട്ടൽ റൂം എടുത്ത് താമസിച്ചിട്ട് പിറ്റേന്ന് വന്ന് സിനിമ കണ്ടിട്ട് സന്തോഷത്തോടെ അയാൾ തിരിച്ചു വന്നു. അയാൾ ഇപ്പോഴും എന്നോട് നിരന്തരം ഫോണിൽ സംസാരിക്കും. എന്തായിരുന്നു എന്തായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം? ഈ സിംഗ് സൗണ്ട് ആണ് അല്ലെങ്കിൽ എന്തായിരുന്നു? തിയേറ്റർ എക്സ്പീരിയൻസ്, കണ്ടന്റാണ്. അയാൾ പറഞ്ഞത് കണ്ടന്റ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത് തിയേറ്ററിൽ കാണേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു സിനിമ കാണുമ്പോൾ. ഇത് വ്യത്യസ്തമായ ഒരു സിനിമയാണ്. അപ്പോൾ എനിക്ക് അതുപോലെ ഈ വിദേശത്തു നിന്നൊക്കെ കണ്ടുപിടിച്ചത് നമ്മൾ IT-യിലൊക്കെ വർക്ക് ചെയ്യുന്ന ഏറ്റവും ചെറുപ്പക്കാരാണ്. ഈ സിനിമ കുറച്ചും കൂടെ ഒരു കണ്ടന്റ് ബേസ്, കുറച്ചുകൂടെ പൊളിറ്റിക്സ് ഒക്കെ സംസാരിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ അക്കാഡമിക് അല്ലെങ്കിൽ മുതിർന്ന മനുഷ്യർക്കാണ് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. കുറച്ചുകൂടെ ഒരു മുതിർന്ന ജനറേഷൻ. പക്ഷേ കൂടുതൽ IT-യിലൊക്കെ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരാണ് ഈ സിനിമ നല്ല സിനിമയാണെന്ന് പറയും. അത് ഞങ്ങൾക്ക് കൂടുതൽ വിശ്വാസം ഉണ്ടാക്കി. ഇതിപ്പോൾ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ലൈക്ക് എന്താണ്,
ഈ അക്കാഡമിക് ഒരു അക്രഡിറ്റേഷൻ കിട്ടാൻ സാധ്യതയുള്ള സിനിമയാണെന്ന് പറയണം. അവാർഡുകളുടെ അവാർഡുകൾക്കൊക്കെ അയച്ചിരുന്നു. എന്താണ് അതിന്റെയൊക്കെ ഒരു? തീർച്ചയായും അയച്ചിരുന്നു. പക്ഷെ പല സ്ഥലത്തും അതിന് പല പല കാര്യങ്ങളുണ്ടല്ലോ. സിനിമയ്ക്ക് അവാർഡ് കിട്ടുക എന്നൊക്കെ പറഞ്ഞത് നമ്മൾ ആ രീതിയിലൊന്നും അതിനുവേണ്ടി വഴിവിട്ട് ശ്രമിച്ചിട്ടില്ല. ആ സിനിമയൊന്നും അവർ കണ്ടിട്ടില്ല എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് തോന്നാത്തതുകൊണ്ടായിരിക്കും. ഇത് ഈ ജോണറിൽ പെട്ടതല്ല, ഇതൊരു കമേഴ്ഷ്യൽ സിനിമയാണെന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും. ഇങ്ങനെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സിനിമയായി തോന്നുന്നില്ല. കഴിഞ്ഞ ചില അവാർഡുകൾക്ക് വലിയൊരു പരാമർശം വന്നിരുന്നു, ചില വലിയ വാർത്തകൾ വന്നിരുന്നു. അതായത് നമ്മൾ അയച്ച വിമിയോ ലിങ്കാണ് സാധാരണ സിനിമയ്ക്ക് അയക്കുക, സിനിമകൾ കണ്ടിരുന്നില്ല എന്നുള്ളത്. ഈ അനുഭവം നമുക്ക് അപ്ലോഡ് ചെയ്തിട്ട് ലിങ്ക് ആണല്ലോ കൊടുക്കുക. ഒരു വിവാദത്തിന്റെ പേരിൽ നമ്മുടെ സിനിമ അറിയപ്പെടണ്ടെന്നുള്ള സിനിമയ്ക്ക് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ കാമ്പുണ്ടെങ്കിൽ ആളുകൾ കണ്ടോളും. ഒരു വിവാദം ഉണ്ടാക്കേണ്ട, ആരെങ്കിലും പ്രതിസ്ഥാനത്ത് നിർത്തണം അങ്ങനെ വിചാരിച്ചിട്ട് തന്നെയാണ്. ഞാൻ അതുകൊണ്ടാണ് ഏത് അവാർഡുകൾ എന്ത് എന്നുള്ളതൊന്നും എല്ലാ തരത്തിലും അത് പിന്നെ എല്ലാ തരത്തിലും പ്രാദേശികമായും ദേശീയമായും ഒക്കെയുള്ള സംഭവങ്ങൾക്ക് നമ്മൾ അയച്ചിരുന്നു. ഞങ്ങൾ തീർച്ചയായിട്ടും അശോകേട്ടന് അവാർഡ് കിട്ടുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. നമ്മൾ മാത്രമല്ല, സിനിമ കണ്ട പലരും, നമുക്ക് മുമ്പ് ഇതിന്റെ ടെക്നീഷ്യൻസ് ഒക്കെ ഇത് കാണുന്നുണ്ടല്ലോ, ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ക്രിട്ടിക്സ് ഫിലിം ക്രിട്ടിക്സ് അവാർഡ് അശോകേട്ടൻ ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും അശോകേട്ടനിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ അന്ത്രൂതമൻ തിയേറ്ററിലേക്ക് എത്തുകയാണ്. ലൈക്ക് പുതിയ ഒരുപാട് ചിത്രങ്ങളുണ്ട്. ഇപ്പോൾ വീണ്ടും അശോകേട്ടൻ്റെ കോമഡി ചിത്രങ്ങൾ വരുന്നുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു ചിത്രങ്ങൾ വരുന്നത്? എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ വിശേഷങ്ങൾ? അല്ല, ഇപ്പൊ ഉടനെ ഒരു കോമഡി ചിത്രം ഇല്ല. ചെയ്തു വെച്ചിരിക്കുന്ന ചിത്രങ്ങളിലൊന്നും കോമഡി അല്ല, സീരിയസ് ക്യാരക്ടർ തന്നെയാണ്. എല്ലാം ത്രൂ ഔട്ട് സീരിയസ് ക്യാരക്ടർ. പിന്നെ 1-2 പടങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, മീൻ കോമഡി ആയിട്ടുള്ളത്. അല്ലാതെ ഇപ്പൊ ചെയ്യാൻ പോണത് 2-3 എണ്ണം, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന 1-2 എണ്ണം, അതുകൂടെ ചെയ്യാനുള്ളതും സീരിയസ് ക്യാരക്ടർ തന്നെ. അതെ, കോമഡി അതിൻ്റെ ഇടയ്ക്ക് 2 സബ്ജക്റ്റ് ഞാൻ കേട്ടു, കുറെ കേട്ടു. അതിനൊന്നും എനിക്ക് അത്ര തൃപ്തിയായില്ല. 2 എണ്ണം പറ്റി കുഴപ്പമില്ല, അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇനി വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നല്ലതാണെങ്കിൽ ഞാനത് ചിലപ്പോൾ ചെയ്യും. ഞാനത് ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ അശോകേട്ടനെ ഒരുപാട് നമ്മളെ ചിരിപ്പിച്ചിരിക്കുന്ന ആളാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ CID മൂസ ആണെങ്കിൽ, പഞ്ചാബി ഹൗസ് ആണെങ്കിൽ, അങ്ങനെ രമണനൊക്കെ എന്താണ് എപ്പോഴും നമ്മളുടെ മനസ്സിൽ രമണനെ കാണാത്ത ദിവസം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ട്രോളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മലയാളിയായിട്ട് ഏറ്റവും കൂടുതൽ ട്രോൾ ഇറക്കുന്ന അശോകേട്ടന്റെ. മലയാളിക്ക് 2 രമണനാണ്, ഒന്ന് ചങ്ങമ്പുഴയുടെ രമണനും അതിന്റെ വേറൊരു കഥ എന്താണെന്ന് വെച്ചാൽ, ചങ്ങമ്പുഴയുടെ രമണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്സിൽ പുസ്തകത്തിൽ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഈ നമ്മുടെ പഞ്ചാബി ഹൗസിലെ രമണൻ ആളുകളുടെ മനസ്സിൽ എല്ലാ ദിവസവും ഉണ്ട്. കാരണം എങ്ങനെ നോക്കി കഴിഞ്ഞാലും നമ്മളൊരു മീം അയക്കുമ്പോഴോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ട്രോള് കാണുമ്പോഴോ ഒക്കെ എപ്പോഴും ഈ രമണനാണ് ഓർമ്മ വരുന്നത്. അല്ല, ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ലേ? എന്താണ് അശോകന് ശരിക്കും തോന്നാറ്? ഇതൊരു പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ കുറെ ചോദിച്ചിട്ടുള്ളതാണ്, കുറെ മറുപടി കൊടുത്തിട്ടുള്ളത്. എന്നാലും എനിക്കൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചാണ്. അല്ല, പറഞ്ഞില്ല, നമ്മളെ ചെയ്ത് ഒരു വേഷം ഇപ്പൊ കോമഡി ആണെങ്കിലും സീരിയസ് ആണെങ്കിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് അവരുടെ മനസ്സിൽ പതിയുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന ചിത്രത്തിലെ രമണൻ എന്ന് പറയുന്ന ക്യാരക്ടർ ലോക മലയാളികളുടെ മനസ്സിലുണ്ടെന്നുള്ളതാണ്. ഞാൻ സഞ്ചരിച്ചേക്കണ ഒരുപാട് വിദേശത്ത് ഞാൻ പോയിട്ടുണ്ട്. അവിടെയൊക്കെ മലയാളികൾ നിങ്ങളുടെ ആ പടം ഉണ്ടല്ലോ, രമണന്റെ സിനിമയില്ല, പഞ്ചാബി ഹൗസ് നിങ്ങൾ ആ സിനിമ ഉണ്ടല്ലോ രമൺ, അത് ഉഗ്രൻ സാധനം ഉണ്ടോ. ഞങ്ങള് മക്കൾ ഇപ്പോഴും എന്തെങ്കിലും ബഹളം ഉണ്ടാക്കി ഞങ്ങൾ ആ CD ഇട്ടോളും. അന്ന് CD ഇട്ടിട്ട് അവിടെ ഇരുന്നോളും, അല്ലെങ്കിൽ CID മൂസ ഇങ്ങനെ ഇട്ടോളും. അപ്പൊ അങ്ങനെ ലോകത്തുള്ള മലയാളികളുടെ എല്ലാവരുടെയും മനസ്സിൽ ആ സിനിമ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ക്യാരക്ടർ അവരുടെ മനസ്സിലുള്ളപ്പോൾ എനിക്ക് കിട്ടിയൊരു ഓസ്കാർ അവാർഡായിട്ട്. കാരണം ഒരു അവാർഡ് കിട്ടുമ്പോൾ അത് ജനങ്ങളുടെ മനസ്സിലുണ്ടാവണം, ആ സിനിമയും ആ ക്യാരക്ടറും. അല്ലാതെ ഒരു അവാർഡ് കിട്ടി എന്ന് ഏത് സിനിമ എന്ന് ചോദിക്കരുത്. അപ്പൊ എൻ്റെ മനസ്സിൽ എനിക്ക് ഇപ്പോഴും എൻ്റെ വിശ്വാസം എൻ്റെ ഓസ്കാർ അവാർഡ് രമണൻ തന്നെയാണ്. രമണൻ ഒരു ടെയിലും കൂടി വന്നിരുന്നു മറ്റൊരു ചിത്രത്തില്, നമ്മളെ ഫഹദിന്റെ ഒരു ചിത്രത്തില്. ഞാൻ കുറച്ചു ദിവസം മുമ്പ് ഞാൻ അത് കണ്ടിരുന്നു. അത് മറ്റേ രമണൻ വളരെ രസമായിട്ട് ചിരിപ്പിച്ച രമണൻ ആയിരുന്നെങ്കിൽ ഇപ്പുറത്തെത്തി കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയി എന്താണ് നമ്മളെ സങ്കടപ്പെടുത്തുകയാണ്. എന്റെ മുതലാളി അതെ എന്റെ മുതലാളിനെ ഒരു പ്രാവശ്യം കൂടി കാണാൻ പറ്റിയിരുന്നെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ പല ഇതിലേക്കും റിലേറ്റ് ചെയ്ത് പോവുകയും ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുകയും ചെയ്യുന്ന ഒരു ഇതായിരുന്നു.
വീണ്ടും നമുക്ക് നേരത്തെ നമ്മൾ സംസാരിച്ച പുതിയ സിനിമകളിലേക്ക്, സിനിമയുടെ വിശേഷങ്ങളിലേക്ക് വരാം. ഇതിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒമറിന്റെ ഒരു പടം ചെയ്യുന്നുണ്ട്, ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇപ്പൊ ആസിഫിന്റെ ഒരു പടം നടക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ആസിഫിന്റെ അച്ഛനായിട്ടാണ് അഭിനയിക്കാൻ പോകുന്നത്. അഭിനയിച്ചിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഫുൾ താടി കളഞ്ഞിട്ട് ഒരു SI വേഷം ചെയ്യാൻ പോകുന്നുണ്ട്, പോലീസ് SI. അപ്പൊ താടി കളയാമെന്ന് വെച്ചപ്പോ ഞാൻ ആദ്യം ഒരു മടി കാണിച്ചു. പിന്നെ എന്റെ ഫിലിമിലെ സർക്കിൾ കുറെ പേരുണ്ട്, എന്റെ ഫിലിം സർക്കിളിൽ. കുറെ കലയില് താടിയും വെച്ചിട്ട് ഇങ്ങനെ ഇനി താടി കളഞ്ഞിട്ട് കുറച്ച് ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഞാൻ അതിനും തയ്യാറാണ്. ബോഡി ഒന്നും കൂടെ അടിച്ചൊക്കെ കയറ്റണം, ശരിയാക്കണം. പിന്നെ ഇറങ്ങാനുള്ളത് ഇതാണ് മറ്റേ ഈ പടം ഇറങ്ങാനുണ്ട്, വൺ പ്രിൻസസ് സ്ട്രീറ്റ് ഇറങ്ങണം. പിന്നെ ഉള്ളത് കുർബാനി ഇറങ്ങാനുണ്ട്, അനുരാധ ക്രൈം ഫയൽ ഇറങ്ങാനുണ്ട്, ടർക്കീസ് തർക്കം ഇറങ്ങാനുണ്ട്. ചെയ്യാനുള്ളത് ഇങ്ങനെ കുറച്ച് പടങ്ങളുണ്ട്. അതിപ്പോ ഉടനെ കുറച്ച് നടക്കും. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയില്ല, നല്ല ഒരു കോമഡി ചിത്രം ഇപ്പോൾ ഞങ്ങളെ പോലെ പ്രേക്ഷകരെ പോലെ അതിന്റെ കഥ അശോകേട്ടനും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നല്ലൊരു സബ്ജക്റ്റും അതിൻ്റെ അകത്ത് നല്ലൊരു ക്യാരക്ടറും വന്നാൽ ഞാൻ സ്വീകരിക്കും. അപ്പൊ എഴുത്തുകാർക്കും അതേപോലെ തന്നെ സിനിമാക്കാർക്കും ഉള്ള എഴുത്തുകാർ കുറെ പേര് വരുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റിയാണ്. അവര് കുറെ പേര് വരുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് വേറൊരു പാട്ട് രമണനുമായിട്ട് വന്നു. വീണ്ടും രമണനോ? രമണൻ തന്നെ ക്യാരക്ടർ വെച്ചിട്ട് ചെയ്യാമോ? ഞാൻ രമണൻ വേറെ ആൾക്കാരെ സൃഷ്ടിയാണ്. അല്ല, അത് ഞങ്ങൾ അവരെ പെർമിഷൻ, ഞാൻ ഒന്നുമില്ല. കാരണം അവര് ചെയ്യാൻ പഠിക്കുന്നത് കഴിഞ്ഞാൽ അതിന് മേലെ വന്നില്ലെങ്കിൽ ആ രമണൻ പോകും, ചത്തുപോകും ചിലപ്പോ. ഇപ്പൊ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ആ ഒരു ഇമ്പാക്ട് ആളുകളുടെ മനസ്സിൽ എന്താണ്, സ്വരം നന്നാവൂ പാട്ട് തീർക്കുക. അപ്പൊ രമണൻ മനസ്സിൽ തന്നെ നിൽക്കട്ടെ, ആ ജനങ്ങളുടെ മനസ്സിൽ അത് വളരെ കൃത്യമായിട്ടുണ്ട്. അപ്പോ എന്തൊക്കെയാണ് ഇനി നമ്മളുടെ ഫ്യൂച്ചർ പ്ലാൻസ്? ഈ സിനിമ റിലീസ് ചെയ്യുന്ന ആളുകൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നാണ് ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് 1-2 സ്ക്രിപ്റ്റുകളൊക്കെ തയ്യാറായിട്ടുണ്ട്, 2-3 സബ്ജക്റ്റുകളുണ്ട്. ഇതിന് മുമ്പത്തെ സിനിമ ജീവിതം സിനിമയിൽ ഞാൻ നാട്ടിൽ അത്യാവശ്യം സാഹിത്യവും കവിത തുടങ്ങിയ മേഖലകളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. സിനിമയോടൊക്കെ ചെറുപ്പം മുതൽ താല്പര്യമുണ്ട്. സത്യം പറഞ്ഞാൽ 13-ാമത്തെ വയസ്സ് തൊട്ട് സിനിമയിൽ അഭിനയിക്കാൻ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്ത ആളാണ് ഞാൻ. ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ ശേഷം കാഴ്ചയിൽ എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കും അയച്ചു കൊടുത്ത ആളാണ്. 40 വർഷത്തിന് ശേഷമാണ് എനിക്കിങ്ങനെ ഒരു സിനിമ ചെയ്യാനുള്ള സിനിമയിലേക്ക് വീണ്ടും വരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ പിന്നീട് കുറച്ച് അധികം സിനിമകൾ KR മോഹൻ എന്ന് പറഞ്ഞ വലിയ ഡയറക്ടറുടെ കൂടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ഒരു വർക്കിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ പ്രിയനന്ദൻ്റെ സിനിമകളിൽ ദേശീയ അവാർഡ് നേടിയ സിനിമകളിലൊക്കെ സഹസംവിധായകനായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ചില അനുഭവങ്ങളുണ്ട്. ഒരുപാടൊന്നും പ്രവർത്തിച്ചിട്ടില്ല, കുറച്ചധികം ഡോക്യുമെൻ്ററികൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സിനിമയുമായുള്ള ഒരു താല്പര്യം ഒരുപാട് സുഹൃത്തുക്കളുടെ ഡിസ്കഷനുകളിലും ഒക്കെ പങ്കെടുക്കാറുണ്ട്. ഞങ്ങളൊക്കെ കൂട്ടുകാരൊക്കെ സിനിമയോടും നാടകത്തോടും കലയോടൊക്കെ വളരെ താല്പര്യമുള്ള ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ പരസ്പരം അങ്ങോട്ട് ഫിലിം ഫെസ്റ്റിവലുകളും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നൊരു കൂട്ടായ്മയാണ്. അതൊക്കെയാണ് ഇനി മുൻപോട്ടും സിനിമകൾ വരും എന്നുള്ളത്. സിനിമ കുറച്ച് സിനിമയും കുറച്ച് അങ്ങനെ ഒരുപാട് സിനിമ ചെയ്യാനൊന്നും ആഗ്രഹിക്കുന്ന ആളല്ല. വളരെ വ്യത്യസ്തമായ കുറച്ച് സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടിയുള്ള ചില ശ്രമങ്ങൾ നടത്തി വയ്ക്കുന്നുണ്ട്. നോക്കാം. സിനിമാ വീട്ടിൽ നിന്ന് ഇനി ഇപ്പോൾ ആദ്യ ചിത്രമാണ് ശരിക്കും അന്ത്രുതമൻ. അപ്പോൾ ഇനി മുൻപോട്ടുള്ള യാത്രയിൽ സിനിമാ വീട്ടിൽ നിന്നും സിനിമകൾ വരുമോ? എന്താണ് സിനിമാ വീടിന്റെ? തീർച്ചയായിട്ടും അതിനുള്ള തുടക്കം തന്നെയാണ് സിനിമാ വീട് എന്നുള്ള പേരിട്ടിട്ട് നമ്മുടെ ആ ഗ്രൂപ്പ് തുടങ്ങുകയും ഡിസ്കഷൻ ആരംഭിക്കുമ്പോൾ എഴുത്തുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ശിവേട്ടൻ സ്ക്രിപ്റ്റ് ചെയ്ത്, ഞാൻ ഇതിൻ്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറും കൂടെയാണ്. അപ്പോൾ ശിവേട്ടൻ സ്ക്രിപ്റ്റ് ചെയ്ത് ഞാൻ സംവിധാനം ചെയ്യാൻ പോകുന്ന പടം പല സ്ഥലത്തും പിച്ച് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ തന്നെ അസോസിയേറ്റ് ആയ ജിൽജിത്തിന്റെ പടം വരുന്നുണ്ട്, സിനിമ വീട്ടിൽ തന്നെയാണ്. അങ്ങനെ പ്രൊജക്ടുകൾ ഒരുപാട് അവിടുന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൊഡക്ഷൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ. നമ്മുടെ കൂട്ടത്തിൽ സിനിമകൾ ഉണ്ടാവുന്നുണ്ട്, സിനിമ വീട്ടിൽ നിന്ന് സിനിമകൾ ഉണ്ടാവുന്നുണ്ട്. സിനിമാ വീട് അതിനൊരു തുടക്കമായി. സിനിമാ വീട് അതിന് ശരിക്കും ഒരു തുടക്കമായി. ഈ അന്ത്രുതമാനും അതിനൊരു തുടക്കമാണ്. തീർച്ചയായിട്ടും. എന്താണ് അശോകേട്ടാ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? അല്ല, പ്രേക്ഷകരോട് എന്താ പറയുക, സിനിമകൾ കാണുക. സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പ്രേക്ഷകരുടെ കയ്യിലാണ്. നമ്മൾ നല്ല പ്രോജക്റ്റുകൾ റെഡിയാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു പ്രൊഡ്യൂസർ തുടങ്ങി എല്ലാവരുടെയും കടം. അപ്പം അത് തിയേറ്ററിൽ തന്നെ കാണണം. അല്ലാതെ അത് വേറൊരു ഇതിലൂടെ അത് കണ്ടു കഴിഞ്ഞാൽ ഇൻഡസ്ട്രി ഇല്ലാതാവും. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുക, സിനിമയെ പ്രോത്സാഹിപ്പിക്കുക, നല്ല സിനിമയെ 2 കൈ നീട്ടി സ്വീകരിക്കണം, അത് നല്ലതാണെന്ന് പറയാനുള്ള മനസ്സുണ്ടാവണം. അതൊക്കെയാണ് പറയാനുള്ളത്. അതെ, ഡയറക്ടർ തീർച്ചയായിട്ടും ഈ സിനിമ അത് നമ്മുടെ ഭാഷ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധ
നേടുന്ന ശ്രദ്ധാകേന്ദ്രമാവുന്ന ഒരു ഇൻഡസ്ട്രിയായി മാറണം. എല്ലാം മികച്ച സിനിമകളാണ്, ഒരു സംശയമില്ലാത്ത വിധം. കോടികളുടെ 100 കോടി 200 കോടിയൊക്കെ കടക്കുന്ന സിനിമകളാണ് നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്. മുതൽ മുടക്കും തിരിച്ച് കിട്ടുന്ന റിട്ടേൺ വലിയ അമ്പരപ്പുണ്ടാക്കുന്ന, വലിയ ആവേശമുണ്ടാക്കുന്ന ഒരു ഭാഷയാണ്, ഒരു വ്യവസായമാണ്. അതിനകത്തേക്ക് വളരെ ചെറിയ ബഡ്ജറ്റും വളരെ ചെറിയ സബ്ജക്റ്റുമായിട്ട് ഞങ്ങൾ വരികയാണ്. തീർച്ചയായിട്ടും ഞങ്ങളെ സ്വീകരിക്കണം എന്നാണ് എല്ലാവരോടും പറയാനുള്ളത്. ഈ സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പറഞ്ഞതുപോലെ ഇങ്ങനെയൊരു സിനിമ നിങ്ങൾ വേറെ കണ്ടിട്ടില്ല, ഇതിന് വേറെ ഒരു മാതൃകയില്ല. ഇത് വളരെ മൗലികമായ ഒരു ചെറു സിനിമയാണ്. അതാണ് സതിനേശൻ. എനിക്ക് ഒരു കാര്യം അതിനിടയിൽ വിട്ടുപോയിട്ടോ. നമ്മുടെ അശോകേട്ടനെ സെലക്ട് ചെയ്ത് അശോകേട്ടൻ ഈ ക്യാരക്ടർ സ്വീകരിച്ചതിന് ശേഷം ഷൂട്ടിംഗ് തുടങ്ങി. നമ്മൾ പയ്യന്നൂർ വടക്കേ മലബാറിന്റെ പ്രാദേശിക ഭാഷയിലാണ് ചെയ്തത്. അപ്പോൾ സ്ലാങ് അശോകേട്ടന് വളരെ പെട്ടെന്ന് പിടുത്തം കിട്ടുകയും സിനിമയിൽ ഉടനീളം അതേ സ്ലാങ് ഉപയോഗിച്ച് നമുക്ക് ഒരു പ്രയാസമില്ല. അശോകേട്ടൻ അനായാസം അത് കൈകാര്യം ലൊക്കേഷനിലൊക്കെ നമ്മളോട് ചിലപ്പോൾ നമ്മളോട് ഇവരെല്ലാരും സംസാരിക്കുന്ന അങ്ങനെ ആയതുകൊണ്ട് ഞാനും അതിന്റെ കൂടെ അങ്ങനെ അറിയാതെ ആയി പോകണം. പിന്നെ എല്ലാം ഓരോ സീനിലും നമ്മൾ പറയും, ഡയലോഗുള്ള സംഭവങ്ങളൊക്കെ രണ്ടുപേരോടും ചോദിക്കും, ഇങ്ങനെയാണ് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞത് ഇങ്ങനെയാണെന്ന് ഓക്കെ, അപ്പൊ ഓക്കെയോ ശരി, നമ്മൾ സെറ്റായി. പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് നമ്മളെ കൂടെ തന്നെ അത് സിൻസൗണ്ട് കൂടിയാണ്. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അന്തർമാൻ എല്ലാവരും കാണുക, തിയേറ്ററിൽ തന്നെ കാണുക, വിജയിപ്പിക്കുക, നമ്മളെ കൂടെ നിൽക്കുക എന്നുള്ളത്. അന്തർമാൻ വളരെ നമുക്ക് പ്രിയപ്പെട്ട ഒരു മനുഷ്യനായി തീരും. ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ആ പ്രിയം എല്ലാവരുടെ നാട്ടിലും ഒരു അന്തർമാൻ, എല്ലാ നാട്ടിലും അന്തർമാൻ അവരെ ഓർക്കും. അവരൊരിക്കൽ കൂടി നമ്മൾ ഓർക്കും. അവതാരം പറഞ്ഞതുപോലെ ആ മനുഷ്യനെ നമുക്ക് തിരിച്ചോർമ്മിക്കും. നമുക്ക് വേണ്ടി എന്തോ ചെയ്തെന്ന ഏതോ ഒരു മനുഷ്യനുണ്ട്, പ്രതീക്ഷിക്കാതെ. അന്തർമാന്റെ അസാന്നിധ്യമായിരിക്കും സാന്നിധ്യം. നമ്മളുടെ ജീവിതത്തിലും ചിലരുണ്ടാവും, ലൈക്ക് എപ്പോഴെങ്കിലും വന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് സഹായങ്ങൾ ചെയ്തു പോകുന്നത്. നമ്മുടെ നാട്ടിലോ വീട്ടിലോ ജോലി സ്ഥലത്തോ അങ്ങനെ പല ആളുകളുണ്ടാവും നമ്മൾ ഓർമ്മിക്കേണ്ട. ആ ഒരു ഓർമ്മക്കുറിപ്പായിരിക്കും അന്തർമാൻ. പിന്നെ പറയാനുള്ളത് ചില പൊളിറ്റിക്സ് ആയിരിക്കും. അത് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക, അതതിൻ്റെ വ്യക്തതയോടുകൂടി മാത്രം കാണുക. സിനിമ, മലയാള സിനിമ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയതുപോലെ മലയാള സിനിമ ഇന്ത്യൻ സിനിമ ശ്രദ്ധിക്കുന്ന രീതിയിൽ വളർന്നു വരികയാണ്. അവിടെ വലുതും ചെറുതുമില്ല സിനിമകളാണുള്ളത്, കലാസൃഷ്ടികളാണുള്ളത്, ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണുള്ളത്. അപ്പോൾ സിനിമകൾ തിയേറ്ററിൽ പോയി കാണുക. ചിലപ്പോൾ അന്തർമാൻ നിങ്ങൾ OTT-യിലോ അല്ലെങ്കിൽ ടെലഗ്രാമിലോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. എങ്കിലും ഒന്ന് തിയേറ്ററിൽ കൂടി പോയി കണ്ടു നോക്കുക. ആ തിയേറ്റർ എക്സ്പീരിയൻസിന്റെ വ്യത്യാസം, സിംഗ് സൗണ്ട് ഒക്കെയാണ്. അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസിന്റെ ഒരു വ്യത്യാസം കൂടി നമുക്ക് മനസ്സിലാവാം. അപ്പോൾ മറ്റ് അതിഥികളുമായി മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ വിട പറയുകയാണ്. നബിൻ നവാസ് സൈനിങ് ഔട്ട്.